സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക് ദിനാഘോഷം കാസർഗോഡ് ജില്ലയിൽ വിപുലമായി ആചരിച്ചു. കാസർഗോഡ് ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 3 പ്രതികൾ അറസ്റ്റിൽ. അണങ്കൂർ JP നഗറിലെ വിജേഷിനെയാണ് സംഘം വധിക്കാൻ ശ്രമിച്ചത്. BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷയായി അശ്വിനി ML തെരഞ്ഞെടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അശ്വിനി നിലവിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്. കാസർഗോഡ് ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ ആസിഫിന്റെ മരണം ലോറിയുടെ ചക്രം കയറിയിറങ്ങി ഇടുപ്പില് തകർന്നാണെന്ന ഫോറൻസിക് റിപ്പോർട്ട്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം വാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു. അഗ്നി സ്പോർട്സ് ക്ലബിന്റെ ആതിഥേയത്വത്തിൽ 2 ആഴ്ചയായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന അന്തർ ജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പയ്യന്നൂർ FC പുഞ്ചക്കാട് ജേതാക്കളായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നോർത്ത് കോട്ടച്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തിരുവാതിര മത്സരം സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനാഘോഷം കാസർഗോഡ് ജില്ലയിൽ വിപുലമായി ആചരിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പരേഡിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലയിൽ വിവിധയിടങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പരേഡിൽ 20 പ്ലാറ്റൂണുകൾ അണിനിരന്നു. അഡീഷണൽ SP ഡോക്ടർ O അപർണ പരേഡ് നയിച്ചു. Government Vocational Higher Secondary School for Girls, Kasaragod. സ്പെഷ്യൽ ബ്രാഞ്ച് കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ M സദാശിവൻ സെക്കൻഡ് കമാൻഡറായി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജില്ലയ്ക്ക് അഭിമാനമായി മാറിയ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത പതാക ഉയർത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ റിപ്പബ്ലിക് ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആചരിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിലും നെഹ്റു സ്തൂപത്തിലും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത പതാക ഉയർത്തി. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് സജീവമാവുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഉൾപ്പെടുന്ന ഭരണഘടനാ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ ജാതി മത വർഗീയ ശക്തികളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ സാധാരണക്കാരുടെ സുരക്ഷിതത്വമായിട്ടുള്ള ഈ രാജ്യത്തെ വൈവിധ്യത്തെ കാത്തുസൂക്ഷിക്കുന്ന ഭരണഘടനയെ അടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ റിപ്പബ്ലിക് ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. ചെയർമാൻ കുഞ്ഞാമതി C പാലക്കി പതാക ഉയർത്തി. മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി സംസാരിച്ചു. നമുക്കറിയാം 76 വർഷം റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ അയൽ രാഷ്ട്രങ്ങളും മറ്റു രാഷ്ട്രങ്ങളും നമ്മളോടൊപ്പം റിപ്പബ്ലിക്കായ പല രാഷ്ട്രങ്ങളും ഇന്ന് ചിഹ്ന ഭിന്നമായി കിടക്കുകയാണ്. നമ്മൾ ജാതിപതം ഭേദമന്യേ എല്ലാവരും ഏകതയോടുകൂടി രാജ്യത്തിന് വേണ്ടി പെരുമാറിയത് കൊണ്ട് മാത്രമാണ് രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. തുടർന്നും നമ്മൾക്ക് എല്ലാവർക്കും രാജ്യത്തിന് വേണ്ടി ഇതുപോലെ നിലനിൽക്കാൻ കഴിയണം. അതിനുള്ള പ്രതിജ്ഞയും കൂടിയാണ് നമ്മൾ ഈ നിമിഷം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ന് മൻസൂർ ഹോസ്പിറ്റൽ 76ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. കരീം പാലക്കി ചടങ്ങിൽ സംബന്ധിച്ചു. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളും സ്റ്റാഫും ചടങ്ങിൽ സംബന്ധിച്ചു. മധുരപലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദനുൽ ഉലൂം മദ്രസ പരിസരത്ത് വിവിധ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആചരിച്ചു.
അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദനുൽ ഉലൂം മദ്രസ പരിസരത്ത് വിവിധ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനാചരണം നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് എ ഹമീദ് ഹാജി ദേശീയ പതാക ഉയർത്തി. 75 വർഷം പൂർത്തിയായി എന്നുള്ളതാണ്. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. ഓരോ 5 വർഷം കൂടുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ഇന്ത്യയെ ഭരണമേൽപ്പിക്കുന്ന ഒരു വലിയ ജനാധിപത്യ നാട്. ആ ജനാധിപത്യ നാട് മതേതരത്വം എന്ന് പൂർണ്ണമായും ഭരണഘടനയിൽ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഇന്ത്യ മതേതരത്വത്തെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. മതേതരത്തെ വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ് ആ ഭരണഘടനാ സിദ്ധാന്തങ്ങൾക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് 2025 ജനുവരി 26 ഈ റിപ്പബ്ലിക് ദിനം വളരെയേറെ പ്രസിദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെടുത്ത പ്രതിജ്ഞ അത് വാസ്തവത്തിൽ അക്ഷരത്തിലും അർത്ഥത്തിലും പ്രാവർത്തികമാക്കേണ്ട കടമ നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഖത്തീബ് അഷ്റഫ് ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു. സദർ മുഅല്ലിം ഹംസ മൗലവി റിപ്പബ്ലിക് ദിന സന്ദേശം നടത്തി. രാജ്യത്തിന്റെ കെട്ടുറപ്പിനും ഐക്യത്തിനും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുഹമ്മദ് ഫഹീം PM ഖുർആൻ പാരായണവും അബ്ദുൽ വാരിസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ജമാഅത്ത് ട്രഷറർ KM അഹമ്മദ് ഹാജി, CH മജീദ്, M കുഞ്ഞബ്ദുള്ള, കുളത്തിങ്കൽ മൊയ്തീൻ കുഞ്ഞി, ഷിഹാബുദ്ദീൻ ദാരിമി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 3 പ്രതികൾ അറസ്റ്റിൽ. അണങ്കൂർ JP നഗറിലെ വിജേഷിനെയാണ് സംഘം വധിക്കാൻ ശ്രമിച്ചത്. ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. മീപ്പുഗിരി സ്വദേശികളായ മിഥുൻ രാജ്, നവീൻ കുമാർ, കറന്തക്കാട് സ്വദേശി ദിനേശ് എന്നിവരെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടിയത്. അണങ്കൂർ JP നഗറിലെ വിജേഷിനെയാണ് സംഘം വധിക്കാൻ ശ്രമിച്ചത്. DYSP സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഈ മാസം 23 രാത്രി 8:30 JP നഗർ റോഡിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിജേഷിനെ പ്രതികൾ തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് ഹെൽമറ്റ് കൊണ്ടും മരവടി കൊണ്ടും തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കേസെടുത്തതോടെ പ്രതികൾ ഒളിവിൽ പോയി. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പ്രതികളെ പിടികൂടിയത്. നടപടി പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള അയേൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള അയേൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം തങ്കച്ചൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് ഒന്നിൽ നിന്നും വിട്ടുനിന്ന് നമ്മുടെ സംഘടന എന്നുള്ള വളരെ പരിമിതമായ ഒരു തട്ടകത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ സംഘടനാപരമായ ഒരു കരുത്ത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് എല്ലാവരും ഒന്നിച്ച് യോജിച്ചണിനിരക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ സമൂഹത്തിൽ സംഘടനാ ശേഷി വളരെ പ്രധാനമാണ്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉണ്ണി മഞ്ചേരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ ഇൻചാർജ് R രവീന്ദ്രൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദേവരാജൻ പ്രമേയാവതരണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ KV സുഗതൻ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ M സജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ ആസിഫിന്റെ മരണം ലോറിയുടെ ചക്രം കയറിയിറങ്ങി ഇടുപ്പില് തകർന്നാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. അതേസമയം ആസിഫിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർമ്മസമിതി. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണത്തിൽ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് പുറത്ത്. ഇടുപ്പല്ല് തകർന്നത് ലോറിയുടെ ചക്രം കയറിയാണെന്നും ആന്തരിക രക്തസ്രാവം മരണത്തിന് കാരണമായെന്നും ഫോറൻസിക് സർജന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ലോറിയിൽ നിന്നിറങ്ങുമ്പോൾ ആസിഫ് താഴെ വീണാണ് അപകടം സംഭവിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സർജൻ ഡോക്ടർ ശ്രീകാന്ത് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്.
പരിയാരത്ത് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇടുപ്പെല്ല് തകർന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പരിശോധിക്കുന്നതിനായി പോലീസ് സർജൻ സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ചിരുന്നു. താഴെ വീണ ശേഷം ടിപ്പർ ലോറി മുന്നോട്ട് നീങ്ങുകയും പിൻഭാഗത്തെ ടയർ കയറിയിറങ്ങുകയും ഇടുപ്പെല്ല് തകർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതെന്നാണ് പോലീസ് സർജൻ അന്വേഷണ സംഘത്തിന് രേഖാമൂലം നൽകിയ വിദഗ്ധ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിലെ കാര്യങ്ങൾ അറിയിക്കാൻ ഫോറൻസിക് സർജൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസിനെ കഴിഞ്ഞ ദിവസം പരിയാരത്തേക്ക് വിളിപ്പിച്ചിരുന്നു. സർജൻ നൽകിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും കോപ്പി പരാതിക്കാരന് കൈമാറുമെന്നും പോലീസ് പറഞ്ഞു. ജനുവരി 15 രാത്രിയിലാണ് മുഹമ്മദ് ആസിഫിനെ കയർകട്ടയിലെ ലോറിക്ക് സമീപം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെട്ട യുവാവിനെ പിന്നീട് അന്വേഷിച്ചപ്പോൾ 3 കിലോമീറ്റർ അകലെയുള്ള കയർകട്ടയിൽ റോഡരികിൽ ലോറി കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവാവിന്റെ ചെരുപ്പുകൾ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ലോറിക്ക് സമീപം തന്നെയാണ് ആസിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് മരണപ്പെടുകയായിരുന്നു. മരണത്തിൽ സംശയമുയർന്നതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നതും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടതും. ആസിഫിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് കർമ്മസമിതി ആവശ്യപ്പെട്ടു. ലോക്കൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. നിലവിൽ നടക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെങ്കിലും മരണത്തിലെ ദുരൂഹതയും പൊതുജനങ്ങളിലുണ്ടായ സംശയവും ദൂരീകരിക്കണമെന്നും കർമ്മസമിതി. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർമ്മസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആഗ്മി സ്പോർട്സ് ക്ലബിന്റെ ആതിഥേയത്വത്തിൽ 2 ആഴ്ചയായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന അന്തർജില്ലാ സായാഹ്ന 7 ഫുട്ബോൾ ടൂർണമെന്റിൽ പയ്യന്നൂർ FC പുഞ്ചക്കാട് ജേതാക്കളായി. കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് വലിയപറമ്പ് സെലക്ടഡ് ക്ലബിനെയാണ് പരാജയപ്പെടുത്തിയത്. ആഗ്മി സ്പോർട്സ് ക്ലബിന്റെ ആതിഥേയത്വത്തിൽ 2 ആഴ്ചയായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന അന്തർജില്ലാ സായാഹ്ന 7 ഫുട്ബോൾ ടൂർണമെന്റിൽ പയ്യന്നൂർ FC പുഞ്ചക്കാട് ജേതാക്കളായി. കലാശപ്പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് വലിയപറമ്പ് സെലക്ടഡ് ക്ലബിനെയാണ് പരാജയപ്പെടുത്തിയത്. സി റഷീദ്, MP മുത്തലീബ് എന്നിവരുടെ സ്മരണാർത്ഥം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ബോർഡ് മുൻ പ്രസിഡന്റ് VPP മുഹമ്മദ് കുഞ്ഞി പട്ടേലർ സ്മാരക ട്രോഫിക്കും 500,000 രൂപ പ്രൈസ് മണിക്കുമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ വാശിയേറിയ ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് FC പുഞ്ചക്കാട് കിരീടം ചൂടിയത്. ഗ്രാമീണ തലത്തിൽ കളിച്ചു വളരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് അവസരമുണ്ടാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച ആഗ്മി ഫുട്ബോൾ ടൂർണമെന്റിൽ നാട്ടുകാരായ കളിക്കാർക്കാണ് മുൻഗണന നൽകിയത്. മികച്ച കളിക്കാർക്കും ഗോൾ കീപ്പർക്കും വ്യക്തിഗത സമ്മാനങ്ങളും നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിന് മുൻപ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണലുകളായ M മുഹമ്മദ് റാഫിയും M സുരേഷും കളിക്കാരുമായി പരിചയപ്പെട്ടു. സമാപന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. പ്രൈസ് മണിയും ട്രോഫിയും M മുഹമ്മദ് റാഫിയും M സുരേഷും ചേർന്ന് സമ്മാനിച്ചു. MD അഷ്റഫ്, VPP ഷഫീഖ്, ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ, E ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി.
ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടർന്നു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നോർത്ത് കോട്ടച്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തിരുവാതിര മത്സരം സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. തിരുവാതിര മത്സരത്തിൽ അടോട്ട് ജോളി യൂത്ത് സെന്റർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അജാനൂർ ഫസ്റ്റ് ലോക്കലിലെ നോർത്ത് കോട്ടശ്ശേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരുവാതിര മത്സരവും സമ്മേളനക്കുടിലും സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയുമായ CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. നോർത്ത് കോട്ടശ്ശേരി പൊതുസമ്മേളന നഗരിയിലേക്ക് ജാതിയായി 4 മുതൽ 7 വരെയാണ് സമ്മേളനം. 7-ാം തീയതി സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 1 ലക്ഷം ജനങ്ങൾ, 1 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ഒരു മഹാറാലിയാണ് നിങ്ങളുടെ ബ്രാഞ്ച് പരിധിയിൽ ഈ ഭാഗം നടക്കാൻ പോകുന്നു. ചടങ്ങിൽ കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളെയും സമ്മേളനക്കുടിൽ രൂപകൽപ്പന ചെയ്ത ഗുരുപ്രസാദ് നോർത്ത്, നിതീഷ് അദ്യാമ്പൂർ, ഗോകുൽ GK എന്നിവരെയും പഴയകാല തിരുവാതിര നർത്തകരെയും നൃത്ത അധ്യാപകരായ രഘുമാഷ് കാഞ്ഞങ്ങാട്, പ്രകാശൻ കാവുങ്കാലിനെയും CPIM ഏരിയ സെക്രട്ടറി കെ രാജ്മോഹൻ, PK നിഷാന്ത്, M രാഘവൻ, കെ സബീഷ്, ശിവജി വെള്ളിക്കോത്ത്, പി വിനീഷ്, ദേവി രവീന്ദ്രൻ, പ്രിയേഷ്, സിനിമാ നടൻ C ഷുക്കൂർ, MV രാഘവൻ, ഐശ്വര്യ കുമാരൻ, സുനിൽ, ബിജു KV, ബി സരസ എന്നിവർ ഉപഹാരം നൽകി സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ വിജയികൾക്ക് സമ്മാനം നൽകി. 1ാം സ്ഥാനം ജോളി യൂത്ത് സെന്റർ, 2ാം സ്ഥാനം റെഡ് സ്റ്റാർ നോർത്ത് കോട്ടച്ചേരി, 3ാം സ്ഥാനം യുവതാര എരുമക്കുളവും കരസ്ഥമാക്കി. സ്റ്റാർ സിംഗർ ഫെയിം അളക്ക പ്രവീൺ, ദിയാലക്ഷ്മി എന്നിവർ നയിച്ച ഗാനമേളയും EK നായനാർ കിഴക്കേ വെള്ളിക്കോത്ത് ടീമിന്റെ കൈകൊട്ടിക്കളി പ്രദർശനവും ഉണ്ടായിരുന്നു. MV ദിലീപ് സ്വാഗതവും V ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാർത്ഥികളായ യുവതി യുവാക്കളെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരാകാൻ പ്രാപ്തരാക്കുന്നതിന് തൃക്കരിപ്പൂർ ടൗൺ JCSന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയവും കൈക്കോട്ടുകടവ്
വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത്. അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന വേളയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കുമായി യുവാക്കളെയും മുതിർന്ന വിദ്യാർത്ഥികളെയും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തിൽ തൃക്കരിപ്പൂർ ടൗൺ ജെസിസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്ഷാപ്രവർത്തന പരിശീലനത്തിൽ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ വരുൺ ഗോപി, എൻ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. കൈക്കാട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ജെസിസ് പ്രസിഡന്റ് രേഷ്മ വിജു അധ്യക്ഷത വഹിച്ചു. ജെസിസ് ദേശീയ പരിശീലകൻ സജിത് പലേരി, കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ, ടി ദാവൂദ്, എ കെ ഷഹാന, കെ ഹഫ്സത്ത്, വി അനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലാ മിഷൻ കുടുംബശ്രീ, അജാനൂർ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ മോഡൽ, CDS എന്നിവയുടെ നേതൃത്വത്തിൽ വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ മിഷൻ കുടുംബശ്രീ, അജാനൂർ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ മോഡൽ, CDS എന്നിവയുടെ നേതൃത്വത്തിലാണ് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത്. പ്രശസ്ത സിനിമാ താരം AV ബാലകൃഷ്ണൻ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ MV രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ D ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. CDS സബ് കമ്മിറ്റി കൺവീനർ T ജയശ്രീ, CDS മെമ്പർമാരായ PV വസന്ത, M സന്ധ്യ, വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് P വിനോദ് എന്നിവർ സംസാരിച്ചു. ADS സെക്രട്ടറി K സുമതി സ്വാഗതവും CDS സബ് കമ്മിറ്റി കൺവീനർ M ഷൈമ നന്ദിയും പറഞ്ഞു. നാടൻപാട്ട് കലാകാരനും അവാർഡ് ജേതാവുമായ സുഭാഷ് അറുകരയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾ തങ്ങളുടെ കലാവാസന തെളിയിച്ചുകൊണ്ട് നാടകഗാനങ്ങൾ, നാടൻപാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചത് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയകോട്ട ടൗൺ ഹാളിൽ നാടക പ്രവർത്തകരുടെ സംഗമം വടക്കനരങ്ങ നടത്തി. പ്രശസ്ത നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പുതിയകോട്ട ടൗൺ ഹാളിൽ നാടക പ്രവർത്തകരുടെ സംഗമം വടക്കനരങ്ങ് സംഘടിപ്പിച്ചത്. പ്രശസ്ത നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ പുസ്തകം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അനാർക്കലി നാടകം കളിക്കുന്ന ചേച്ചി വയ്യാണ്ടായി കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ല. അവർക്കുള്ള അദ്ദേഹത്തിൻ്റെ ഭർത്താവോട് പറഞ്ഞു, ഞാൻ അനാർക്കലിയായിട്ട് അഭിനയിക്കുമ്പോൾ മുഖത്തൊരു സാരിയുണ്ട്, അതെൻ്റെ കണ്ണുമ്പിലൊന്ന് കെട്ടിത്തരണം, അത് കണ്ടിട്ട് വേണം എനിക്ക് ചാവാൻ എന്ന് പറഞ്ഞ കലാകാരികളുടെ നാടായി കേരളം. പക്ഷേ ആ കേരളത്തിൽ കലാകാരന്മാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ സമരമുഖ പന്തലിലാണ് നമ്മൾ ഇതിരുന്നത്. അത് വെറുതെ അല്ല, കാരണം എന്നെയൊക്കെ വളർത്തിയെടുത്തത് ഈ പാർട്ടിയാണ്, ഈ പ്രസ്ഥാനമാണ്. KV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നിരൂപകൻ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. CH കുഞ്ഞമ്പു MLA മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിച്ചു. K കുഞ്ഞരാമൻ, VV രമേശൻ, കോമൻ നമ്പ്യാർ, KV കൃഷ്ണൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, KV സുജാത, PK നിഷാന്ത് എന്നിവർ സംസാരിച്ചു. K സബീഷ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് C ഷുക്കൂർ, PK നിഷാന്ത്, ജയചന്ദ്രൻ കുട്ടമത്ത് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. സംയുക്ത കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ 5-അംഗ സംഘം പിടിയിൽ. മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ളവരാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കോട്ടയിലെ വെള്ളമില്ലാത്ത കിണറിന് അകത്താണ് ഇവർ കുഴിക്കാൻ തുടങ്ങിയത്. ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു.
കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ഗ്രാൻഡ് അലുമിനി മീറ്റ് ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ചു. പോളി ക്യാമ്പസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലാണ് ഗ്രാൻഡ് അലുമിനി മീറ്റ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ കോളേജ് ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ഗ്രാൻഡ് അലുമിനി മീറ്റ് സംഘടിപ്പിച്ചു. നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ നടന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈക്വൽ പൊട്ടൻഷ്യൽ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. ആർട്ടിക്കിൾ 25 പറയുന്നത് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ. ഒരു ജാതിയിൽ വിശ്വസിക്കാതിരിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാൻ, ആ മതം പ്രചരിപ്പിക്കാൻ, ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ഭരണഘടന തന്ന സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വേഷം, ഇഷ്ടമുള്ള ആഹാരം, ഇഷ്ടമുള്ള ഭാഷ, ഇതൊക്കെ മൗലിക അവകാശങ്ങളായി പെടുത്തിയ ഭരണഘടന. സംഘാടക സമിതി ചെയർമാൻ PP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ M ജയകൃഷ്ണൻ നായർ ആമുഖ പ്രഭാഷണം നടത്തി. KN സീമ, J സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. M നരസിംഹ P നാഗരാജ് ഷെട്ടി, K മോഹനചന്ദ്രൻ നമ്പ്യാർ, KR വിനോദ്, AM നാരായണൻ നമ്പൂതിരി, PC തേജസ്, സെബാസ്റ്റ്യൻ തോമസ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ PU രാമകൃഷ്ണൻ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ ഗണേഷ് പെരുവ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ പരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക്നിക്കൽ ഫെസ്റ്റ് ജനുവരി 29-30 തീയതികളിൽ നടക്കും. വിവിധ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 140-ൽ പരം വിദ്യാർത്ഥികൾ പ്രൊജക്ട് അവതരണം ഉൾപ്പെടെ മത്സര പരിപാടികൾ പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക്നിക്കൽ ഫെസ്റ്റ് ജനുവരി 29-30 തീയതികളിൽ നടക്കും. വിവിധ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 140-ൽ പരം വിദ്യാർത്ഥികൾ പ്രൊജക്ട് അവതരണം ഉൾപ്പെടെ മത്സര പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 29-30 ഒരു നാഷണൽ ലെവൽ 2 ദിവസത്തെ ടെക്നിക്കൽ എക്സിബിഷൻ ടെക്നോവ 25 സംഘടിപ്പിക്കുന്ന സന്തോഷപൂർവ്വം അറിയിക്കുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വന്ന നൂതന മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിന് പുറമെ പുതുതലമുറ വിദ്യാർത്ഥികളെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിക്കുക കൂടിയാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനം തുടങ്ങിയ 27 വർഷം മുമ്പാണ് ഇന്ന് കേരളത്തിലെ പ്രധാന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ മാറിയിരിക്കുകയാണ്. ദൈനംദിനം നേരിടുന്ന പല പ്രശ്നങ്ങളിലും പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും വിദ്യാർത്ഥികൾ രൂപകൽപ്പന നിർവഹിച്ചവയുമായ സാങ്കേതിക ഉപകരണങ്ങൾക്കും പ്രോജക്റ്റുകളും കോളേജിൽ നടക്കുന്ന ടെക്നോവ 2025 ടെക്നിക്കൽ ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തും. കേരളത്തിലെ പോളിടെക്നിക്കുകളിലെയും മത്സര വിഭാഗത്തിൽ ന്യൂഡൽഹിയിലെയും കർണാടകയിലെയും വിവിധ നഗരങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. വിവിധ ബ്രാഞ്ചുകളിലെ ലബോറട്ടറികളിലെ ഉപകരണങ്ങൾക്കും ടെക്നോവയിൽ 1 ലക്ഷം രൂപ പ്രൈസ് മണി വിവിധ വിഭാഗങ്ങളിൽ മത്സര വിജയികൾക്ക് നൽകും. എക്സ്പോ, ഐഡിയാത്തോൺ, പൈക്വസ്റ്റ്, ബെസ്റ്റ് മാനേജർ, ബഗ് ബസ്റ്റർ, ടെക് ടാക്ക്, സർക്യൂട്ട് ക്രേസ്, മോക്ക് പ്രസ്, ക്യാപ്ചർ ദി ഫ്ലാഗ്, മൈൻഡ് മാസ്റ്റേഴ്സ് തുടങ്ങിയ പൊതുജനങ്ങളിലാണ് മത്സരം. വിവിധ വകുപ്പ് സ്റ്റാളുകൾക്ക് പുറമെ ഷിവിമൺ സെൽ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 2 ദിവസത്തെ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ജനുവരി 29 രാവിലെ 10 M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ J സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 30 വൈകുന്നേരം സമാപന ചടങ്ങിൽ VK ബാവ സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി, വൈസ് ചെയർമാൻ U രാജേഷ്, ജനറൽ കൺവീനർ TK വിജിത്ത്, പ്രോഗ്രാം കൺവീനർ വിനോദ്, പ്രചാരണ കമ്മിറ്റി കൺവീനർ CV ബിനീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. KMCC നേതാക്കൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. KMCC ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹ്യുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
വേൾഡ് KMCCയുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ഡോക്ടർ പുത്തൂർ റഹ്മാനും ദുബായ് KMCC പ്രസിഡന്റ് അൻവർ അമീൻ, ജനറൽ സെക്രട്ടറി യഹിയ തളങ്കര, ട്രഷറർ PK ഇസ്മായിൽ, അബ്ദുള്ള ആറങ്ങാടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മട്ടമ്മൽ എന്നിവർ അടങ്ങുന്ന മുഴുവൻ ഭാരവാഹികൾക്കും ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, അബു ഹൈൽ KMCC PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ ഗ്രീറ്റിംഗ്സ് ഗാലയുടെ പരിപാടിയിലൂടെ ഉജ്ജ്വല സ്വീകരണം നൽകി. KMCC ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹ്യുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. പ്രവാസ ലോകത്ത് ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി സാമൂഹ്യ സേവന രംഗത്ത് വ്യാപൃതരാവുന്ന സന്നദ്ധ പ്രവർത്തകർ പുതിയ കാലത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കർമ്മരംഗത്ത് പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ തയ്യാറാവണമെന്നും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ സർഗാത്മകമായി സംഘടിപ്പിക്കാനും ആ രാജ്യത്ത് നിയമാനുസൃതമാണെന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കണമെന്നും ഷംസുദ്ദീൻ ബിൻ മുഹ്യുദ്ദീൻ അഭിപ്രായപ്പെട്ടു. പ്രശസ്ത ഗായകൻ 20 ഭാഷകളിൽ ഗാനമാലപിക്കുന്ന മുന്നാബായിയുടെ ഇശൽ സന്ധ്യ അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സിറ്റി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors.
അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. സംയുക്ത കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംയുക്ത കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറുക, വ്യാപാരികളുടെ വേതനം അതാതു മാസം തന്നെ നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് പട്ടണം ചുറ്റിക്കൊണ്ട് നടന്ന പ്രകടനത്തിന് ശേഷം ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു. പോയതുപോലെ ഇന്ന് നമ്മുടെ ജീവനക്കാർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ വന്നപ്പോഴാണ് ഇത്തരമൊരു സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലാതെ ഈ സമരത്തിന്റെ പേരിൽ നാട്ടിലെ ജനങ്ങളെ ആകെ പ്രയാസപ്പെടുത്തി ഗവൺമെന്റിനെ ആകെ പ്രതിരോധത്തിലാക്കി ഏതെങ്കിലും നിലയിൽ ആനുകൂല്യം കൈപ്പറ്റുന്നതിന് വേണ്ടിയല്ല. ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമരമാണ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത്. സർക്കാർ ഉന്നയിക്കുന്ന എല്ലാ വാദഗതികളോടും നമുക്ക് അംഗീകരിക്കാനേ നിവൃത്തിയുള്ളൂ. എ നടരാജൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ കോർഡിനേഷൻ കൺവീനർ P ശരത്, K ശശിധരൻ, CITU ജില്ലാ സെക്രട്ടറി നാരായണൻ, K രാജേന്ദ്രൻ, താലൂക്ക് കോർഡിനേഷൻ കൺവീനർ ദാമോദരൻ M, ശബരി വാഴുന്നോറടി, സുരേഷ് മേലാങ്കോട്ട്, KC രവി, മണികണ്ഠൻ കാഞ്ഞങ്ങാട്, സുധീഷ് തമ്പാൻ ഓരി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ അശോകൻ K സ്വാഗതവും ഹോസ്ദുർഗ് താലൂക്ക് കോർഡിനേഷൻ ചെയർമാൻ അനിൽകുമാർ പള്ളിക്കണ്ടം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പള ആരിക്കാട് കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ 5-അംഗ സംഘം പിടിയിൽ. മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ളവരാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കോട്ടയിലെ വെള്ളമില്ലാത്ത കിണറിന് അകത്താണ് ഇവർ കുഴിക്കാൻ തുടങ്ങിയത്. ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാട് കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ 5-അംഗ സംഘമാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. കോട്ടയിലെ വെള്ളമില്ലാത്ത കിണറിനകത്താണ് ഇവർ കുഴിക്കാൻ തുടങ്ങിയത്. കോട്ടയ്ക്കകത്തു നിന്നും ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് നിധി കുഴിക്കുന്നവരെ കണ്ടത്. കിണറിനകത്തുണ്ടായിരുന്ന 2 പേരെ നാട്ടുകാർ ഇവരെ തടഞ്ഞു പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുമ്പള പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. 3 ദിവസം മുമ്പും ഇവർ കോട്ടയ്ക്കകത്ത് നിധി അന്വേഷിച്ചെത്തിയിരുന്നു എന്ന് പറയുന്നു. കണ്ണൂർ ഭാഗത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളെ പ്രലോഭിപ്പിച്ചാണ് കോട്ടയിലെത്തിച്ചതെന്നാണ് വിവരം. നിധി കിട്ടിയാൽ എല്ലാവർക്കും തുല്യമായി പങ്കിടാമെന്ന് പറഞ്ഞിട്ടുള്ളതായും സൂചനയുണ്ട്. നിധി കുഴിക്കാൻ ഉപയോഗിച്ച മൺവെട്ടിയും മറ്റുപകരണങ്ങളും സ്ഥലത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നമ്പ്യാരടുക്കം NSBC സ്റ്റേഡിയത്തിലാണ് ഷട്ടിൽ ടൂർണമെന്റ് നടന്നത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം DYFI മധുരക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ CPIM ചിത്താരി ലോക്കൽ കമ്മിറ്റി, CPIM മധുരക്കാട് ബ്രാഞ്ച് കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ നമ്പ്യാരടുക്കം NSBC ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മറ്റൊരു വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല.
ആ നിലയിലാണ് അതിൻ്റെ സമ്മേളന പ്രക്രിയകൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സമ്മേളനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം 15-ാം തീയതി കൂടി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പൂർത്തീകരിക്കും. അതിനുശേഷം ഏപ്രിൽ മാസം ആദ്യവാരമാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടത്തുന്നത്. അതുപോലെ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് ചേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്ത് വരുന്നത്. അപ്പം CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള വിവിധ തലങ്ങളിലെ സമ്മേളനങ്ങൾ കേവലം പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ ഒരു ആഭ്യന്തര കാര്യമാണ് കാണുന്നത്. ഹരിഹരൻ അധ്യക്ഷനായി. ചിറ്റാരി ലോക്കൽ സെക്രട്ടറി P. കൃഷ്ണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ A. പവിത്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് A. ഗംഗാധരൻ, കായിക സബ് കമ്മിറ്റി അംഗം സജിത് മാസ്റ്റർ, DYFI മേഖലാ സെക്രട്ടറി V. ശനൽകുമാർ, CPIM നമ്പ്യാരടുക്കം ബ്രാഞ്ച് സെക്രട്ടറി P. K. പ്രകാശൻ, മധുരക്കാട് ബ്രാഞ്ച് സെക്രട്ടറി K. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. EV അഭിലാഷ് സ്വാഗതവും V. സബിൻ നന്ദിയും പറഞ്ഞു. 29 ടീമുകൾ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റിൽ മാറ്റുരച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ കൺവെൻഷൻ അടോട്ട് AKG ഭവനിൽ നടന്നു. വെള്ളിക്കൂത്ത് ജംഗ്ഷനിൽ ഡിവിഷൻ പ്രസിഡന്റ് PR രാജു പതാക ഉയർത്തിയതോടെയാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ കൺവെൻഷന് തുടക്കമായത്. തുടർന്ന് CITU ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ വിദൂരമായ സ്ഥലങ്ങൾ, മുമ്പൊക്കെ ഞാനൊക്കെ ഓട്ടോറിക്ഷ ആദ്യഘട്ടങ്ങളിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താലൂക്ക് പെർമിറ്റായിരുന്നു. പിന്നീട് അത് ഒരു ഘട്ടത്തിൽ ജില്ലാ പെർമിറ്റായിട്ട് മാറ്റുമ്പോൾ നമുക്കുണ്ടായ ഒരു ആവേശം ഇല്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മേലെ ഒരു ഡിസ്ട്രിക്ട് പെർമിറ്റിൻ്റെ ഒരു ബോർഡ് കഴിഞ്ഞ ഒരു ഡേറ്റ് ഇതെല്ലാം വെച്ചിട്ടാണ് പണ്ട് കാലത്ത് ഡിസ്ട്രിക്ട് പെർമിറ്റിൻ്റെ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം മൊത്തത്തിൽ എല്ലാ വണ്ടികൾക്കും ഡിസ്ട്രിക്ട് പെർമിറ്റ് ഉണ്ട്. സംസ്ഥാന പെർമിറ്റിന് വേണ്ടി നമ്മൾ മറുപടി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ രണ്ടാമത് പറയാം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിന് ശേഷം പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ ഈ വാഹനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ PRG വണ്ടികൾ നമ്മുടെ 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ റോഡിലിറങ്ങി. ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഏരിയ പ്രസിഡന്റ് M. പൊക്ലൻ, ഏരിയ സെക്രട്ടറി CH കുഞ്ഞമ്പു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സരസൻ പെരളം, കരുണാകരൻ ചാമുണ്ടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. രക്തസാക്ഷി പ്രമേയം ഷാജി നോർത്തും, അനുശോചന പ്രമേയം ഹരീഷ് പെരളം എന്നിവരും അവതരിപ്പിച്ചു. സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ രാജീവൻ കണ്ണിക്കുളങ്ങരയും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി PR രാജു കുശാൽ നഗറിനെയും, സെക്രട്ടറിയായി ഉണ്ണി പാലത്തിങ്കാലിനെയും, വൈസ് പ്രസിഡന്റായി ഹരീഷ് പെരളത്തെയും, ജോയിന്റ് സെക്രട്ടറിയായി കൃപേഷ് ഇട്ടമലിനെയും, ട്രഷററായി രാജീവ് കണ്ണിക്കുളങ്ങരയെയും തെരഞ്ഞെടുത്തു. ഇന്ധനവില കുറയ്ക്കുക, മോട്ടോർ വാഹന നിയമ ഭേദഗതി 2019 തെറ്റായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ദേശീയാടിസ്ഥാനത്തിൽ ക്ഷേമനിധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ മാർച്ച് 24 നടക്കുന്ന പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. വെള്ളിക്കോത്ത് കിഴക്കുംകര റോഡ് മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക, അടൂട്ട് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുക, സംസ്ഥാന ഹൈവേയിലെ ചാമുണ്ടിക്കുന്ന് ജംഗ്ഷനിൽ ഡിവൈഡർ സ്ഥാപിച്ച് അപകടങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മഞ്ഞൂട്ട് ദേവാലയത്തിലെ കലശാട്ട് ദിന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ കാഴ്ച സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. കാഞ്ഞങ്ങാട് മഞ്ഞോട്ട് ദേവാലയത്തിലെ കലശാട്ട് ദിന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിപ്പബ്ലിക് ദിനാഘോഷം കാസർഗോഡ് ജില്ലയിൽ വിപുലമായി ആചരിച്ചു. കാസർഗോഡ് ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 3 പ്രതികൾ അറസ്റ്റിൽ. അണങ്കൂർ JP നഗറിലെ വിജേഷിനെയാണ് സംഘം വധിക്കാൻ ശ്രമിച്ചത്. BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷയായി അശ്വിനി ML തെരഞ്ഞെടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അശ്വിനി നിലവിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്.
കാസർഗോഡ് ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ ആസിഫിന്റെ മരണം ലോറിയുടെ ചക്രം കയറിയിറങ്ങി ഇടുപ്പെല്ല് തകർന്നാണെന്ന ഫോറൻസിക് റിപ്പോർട്ട്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം വാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ആഗ്മി സ്പോർട്സ് ക്ലബിന്റെ ആതിഥേയത്വത്തിൽ 2 ആഴ്ചയായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന അന്തർ ജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പയ്യന്നൂർ FC പുഞ്ചക്കാട് ജേതാക്കളായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നോർത്ത് കോട്ടച്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തിരുവാതിര മത്സരം സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.